അഗ്നിജ്വാല എ ഡീപ് ലവ് സ്റ്റോറി ഭാഗം 88. കൗസ്തുഭത്തിൽ എല്ലാവരും കൂടി പുറത്തേക്ക് പോവാൻ റെഡി ആവുകയാണ്. എല്ലാവരുമായിട്ടൊന്ന് പുറത്തേക്ക് പോകണമെന്ന് അഗ്നി കരുതിയിട്ട് കുറച്ചായിരുന്നു. ഇപ്പൊ മീനു കൂടി വന്നതുകൊണ്ട് ഇങ്ങനൊരു യാത്ര പ്ലാൻ ചെയ്തു. വെറുതെ ഒരു കറക്കം. ചിത്രയും മോഹനും അതിൽ നിന്ന് ഒഴിവാകാൻ മാക്സിമം ശ്രമിച്ചതാ. പക്ഷെ ജ്വാല രണ്ടാളെയും നിർബന്ധിച്ച് ഒടുക്കം രണ്ടാളും വരാന്ന് സമ്മതിച്ചു. അങ്ങനെ എല്ലാവരും റെഡിയായി പോവാനിറങ്ങി. ജ്വാലയും മീനു ഒരു ജീൻസും ടോപ്പുമാണ് ഇട്ടിരിക്കുന്നത്. അപ്പു കാറിന്റെ കീയോ എടുത്ത് മുന്നിലിറങ്ങി. അവനൊപ്പം തന്നെ ചിത്രയും മോഹനും മീനു ഇറങ്ങി. അവർക്ക് പുറകെ പോവാനൊരുങ്ങിയ അഗ്നിയുടെ കയ്യിൽ ജ്വാല കയറി പിടിച്ചു. അവൻ സംശയത്തോടെ അവളെ നോക്കി. അവൾക്കൊരു പരുങ്ങൽ. എന്താ കുഞ്ഞ? അവൻ ചോദിച്ചു. അത് ദേവേട്ടാ, നമ്മളും അവർക്കൊപ്പാണോ പോണേ? അതേടാ, എല്ലാവർക്കും കൂടി ഒരു കാറിൽ പോയാ പോരെ, അതോ നമ്മുടെ കാർ എടുക്കണോ? അവൻ ചോദിച്ചു. വേണ്ട, എന്നാ വാ. അവൻ പറഞ്ഞിട്ടും ജ്വാല അവന്റെ കയ്യിൽ നിന്ന് പിടിവിടാതെ അങ്ങനെ തന്നെ നിന്നു. അഗ്നി അവളെ സൂക്ഷിച്ചു നോക്കി. ഏട്ടാ, ഏട്ടത്തി, രണ്ടാളും വരുന്നില്ലേ? അപ്പോഴേക്കും കാറിൽ നിന്ന് അപ്പു രണ്ടുപേരോടുമായിട്ട് വിളിച്ചു ചോദിച്ചു. അഗ്നി ജ്വാലയൊന്ന് നോക്കി. എന്താണൊരു കള്ളത്തരം? അവൻ ചിരിയോടെ അവളോട് ചോദിച്ചു. ജ്വാലയുടെ ചുണ്ടിൽ കള്ളച്ചിരി വിരിഞ്ഞു. നമുക്ക് ബുള്ളറ്റിൽ പോവാ ദേവേട്ടാ. അവൾ അവനോട് കൊഞ്ചി. അഗ്നിക്ക് ചിരി വന്നു പോയി. അവളുടെ ഈ കാട്ടിക്കൂട്ടൽ കണ്ടപ്പോൾ തന്നെ അഗ്നിക്ക് അവളുടെ ഉദ്ദേശം എന്താണെന്ന് മനസ്സിലായിരുന്നു. അതുകൊണ്ട് തന്നെ അവന്റെ ചുണ്ടിൽ അപ്പോഴും ചിരിയാണ്. ഏട്ടാ, അപ്പു വീണ്ടും വിളിച്ചു. അപ്പു, നിങ്ങൾ വിട്ടോ, ഞാനും കുഞ്ഞനും കൂടി ബുള്ളറ്റിൽ വന്നോളാം. അഗ്നി പറഞ്ഞതും അപ്പു ചിരിയോടെ തലയാട്ടി കാറുമെടുത്തു പോയി. അഗ്നി വീടിന്റെ ഡോറ് തുറന്ന് അകത്തേക്ക് പോയി 2 ഹെൽമെറ്റ് കൂടി എടുത്തു വന്നു. അന്ന് രാത്രിയിൽ അവര് ഡ്രൈവ് പോയതിന്റെ അടുത്ത ദിവസം അഗ്നി ജ്വാലയ്ക്ക് വേണ്ടി കൂടി ഒരു ഹെൽമെറ്റ് വാങ്ങിച്ചിരുന്നു. അത് കണ്ടതും അവള് ചുണ്ടു പിളർത്തി. ഹെൽമെറ്റ് വെക്കണോ ദേവേട്ടാ? അവള് ചോദിച്ചു. ആ, അത് വേണല്ലോ. ദേ, ഇതങ്ങോട്ട് വെച്ചേ. പറയുന്നതിനോടൊപ്പം അവൻ തന്നെ അവൾക്ക് ഹെൽമെറ്റ് വെച്ചു കൊടുത്തു. ജ്വാല അവനെ മുഖം ചുളിച്ചു നോക്കി. എല്ലായിടത്തും ക്യാമറ കുഞ്ഞ, ഫൈൻ നമുക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. പക്ഷെ ഇതൊക്കെ നമ്മുടെ നല്ലതിനു വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള റൂൾസ് അല്ലേ, അപ്പോ നമ്മളതൊക്കെ പാലിക്കണം. അവൻ അവളുടെ കവിളി തട്ടി. അപ്പോ അന്ന് രാത്രിയില് ഈ റൂളൊന്നും ഉണ്ടായിരുന്നില്ലേ? അന്ന് നമ്മൾ രണ്ടാളും ഹെൽമെറ്റ് വെച്ചിരുന്നില്ലല്ലോ. കവിള് വീർപ്പിച്ചു വെച്ചുകൊണ്ട് അവള് ചോദിച്ചു. അഗ്നി അവളെ അവന്റെ അടുത്തേക്ക് വലിച്ചു ചേർത്ത് പിടിച്ചു. ജ്വാല അവനെ നോക്കി. അതോ, രാത്രിയിൽ അങ്ങനെ പോവാൻ ഒരു പ്രത്യേക വൈബ് എൻ്റെ കുഞ്ഞാ. ഇങ്ങനെ കെട്ടിപ്പിടിച്ച് എൻ്റെ ഷോൾഡറിൽ നീ തല വെച്ച്. ഉഫ്, അവൻ ആർദ്രമായി പറഞ്ഞു. ജ്വാലയുടെ മുഖം ചുവന്നുപോയി. അപ്പൊ ക്യാമറ ഇല്ലേ? അവൾ കുറുമ്പോടെ ചോദിച്ചു. അവിടെ എങ്ങുമില്ല. പിന്നെ അപ്പൊ ഫൈൻ വന്നാലും അത് ഞാനങ്ങോട്ട് കൊടുക്കും. ആ ഫീൽ അത് വേറെയല്ലേ. ഇനി ഒന്നും പറയണ്ട, നടക്കടി കുറുമ്പി അങ്ങോട്ട്. അവര് തിയേറ്ററിലെത്തുമ്പോഴേക്കും നമുക്കും എത്തണം. അഗ്നി അവളിൽ നിന്ന് പിടിവിട്ടു. ജ്വാല ചിരിയോടെ പുറത്തേക്ക് നടന്നു. അഗ്നിയും ഡോറ് ലോക്ക് ചെയ്ത് വണ്ടിയുടെ അടുത്തേക്ക് നടന്നു. അവൻ ബുള്ളറ്റിൽ കയറി തലയിൽ ഹെൽമെറ്റ് വെച്ച് ജ്വാലയെന്ന് തിരിഞ്ഞു നോക്കി. അവള് പേടിയില്ലാതെ പെട്ടെന്ന് തന്നെ അവന്റെ പുറകിലായി കയറിയിരുന്നു. അഗ്നി വണ്ടി മുന്നോട്ടെടുത്തു. അവൾ അവന്റെ വയറിലൂടെ കൈ ചുറ്റി അവന്റെ പുറത്തേക്ക് ചാരിയിരുന്നു. അഗ്നിയുടെ ചുണ്ടിൽ ചിരി വിരിഞ്ഞു. എല്ലാവരും കൂടി നേരെ സിനിമയ്ക്കാണ് പോയത്. അന്ന് അഗ്നിയും ജ്വാലയും ഒരുമിച്ച് സിനിമയ്ക്ക് വന്ന ശേഷം പിന്നെ ഇപ്പോഴാണ് വരുന്നത്. മോഹൻ, ചിത്തിര, അപ്പു, മീനു, ജ്വാല, അഗ്നി അങ്ങനെയാണ് ഇരിക്കുന്നത്. സിനിമ തുടങ്ങിയതും മീനു ആണുങ്ങൾ കൂക്കുന്നത് പോലെ അവർക്കൊപ്പം കൂവുന്നത് കണ്ട് ജ്വാലയുടെ വാ പൊളിഞ്ഞു. അപ്പു അവള് മത്സരിച്ച് കൂവുകയാണോ എന്ന് പോലും അവൾക്ക് സംശയം തോന്നി. അവൾ അമ്പരപ്പോടെ അഗ്നിയെ നോക്കിയപ്പോ അവൻ അവളെ നോക്കി ചിരിക്കുന്നുണ്ട്. അതെ, സിനിമ കൊള്ളില്ലേ ദേവേട്ടാ? ഇവരെന്തിനെങ്ങനെ കൂവുന്നേ? അന്ന് വന്നപ്പോ ആരും ഇങ്ങനെ കൂവിയില്ലല്ലോ. ജ്വാല അവളുടെ സംശയം ചോദിച്ചു. അഗ്നിക്ക് അവളുടെ ചോദ്യം കേട്ട് അവളോട് വാത്സല്യമാണ് തോന്നിയത്. തമിഴ് സിനിമ ആയതുകൊണ്ട് തന്നെ ജ്വാലയ്ക്കൊന്നും മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. എന്റെ കുഞ്ഞ, ഇത് നമ്മുടെ വിജയുടെ സിനിമയല്ലേ? പുള്ളി വലിയ സ്റ്റാർ അല്ലേ? ഇതൊക്കെ ഒരു ഹര. സിനിമ കൊള്ളാത്തോണ്ടല്ല ഇങ്ങനെ കൂവുന്നേ. തിയേറ്ററിലൊക്കെ വരുമ്പോ നമ്മുടെ സന്തോഷം ഇങ്ങനെയൊക്കെയാ കാണിക്കുന്നേ. അവൻ അവൾക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു. അത് തന്നെ സംഭവം. ലിയോ ആണ് സിനിമ. കൊച്ചിന് ഒന്നും മനസ്സിലായിട്ടില്ല. അവൻ പറഞ്ഞു കൊടുത്തതും ജ്വാല മനസ്സിലായി എന്ന പോലെ തലയാട്ടി. പക്ഷെ ഇങ്ങനെ കൂവിയ നാണക്കേടല്ലേ ദേവേട്ടാ? ആളോള് നോക്കില്ലേ? അവള് ചോദിച്ചു. ആര് നോക്കിയെന്താ? നമുക്ക് തോന്നുന്നതല്ലേ നമ്മൾ ചെയ്യാ. അവൻ പുഞ്ചിരിച്ചു. ആണോ? അപ്പോ ഞാനും കൂവിക്കോട്ടെ? അവള് കണ്ണു വിടർത്തി. അഗ്നി അവളെ കുറുമ്പോടെ നോക്കി. അതിന് എന്റെ കുഞ്ഞിനിത് വല്ലതും മനസ്സിലാവുന്നുണ്ടോ? അവൻ ചോദിച്ചു. ഒന്നും മനസ്സിലാവുന്നില്ല ദേവേട്ടാ, ഞാനങ്ങനെ തമിഴൊന്നും കണ്ടിട്ടില്ലല്ലോ. അവള് ചുണ്ട് പിളർത്തി. നീ മലയാളേ കണ്ടിട്ടില്ല, എന്നിട്ടല്ലേ തമിഴ്? സാരല്ല, ഞാൻ പറഞ്ഞു തരാട്ടോ. അവൻ പറഞ്ഞു. ജ്വാല തലയാട്ടി സിനിമയിലേക്ക് ശ്രദ്ധിച്ചു. അഗ്നി അവൾക്ക് സിനിമയിൽ പറയുന്നത് അവൾക്ക് മനസ്സിലാവുന്നത് പോലെ പറഞ്ഞു കൊടുത്തു. അവൾക്ക് ആവേശമായി. കൂ
പെട്ടെന്ന് മീനു അപ്പുവും വീണ്ടും കൂവിയതും അവർക്കൊപ്പം ജ്വാലയും കൂവി. മീനു അപ്പു അത് കേട്ട് അവളെ നോക്കി ചിരിച്ചു. അഗ്നി അവളുടെ കൂവല് കേട്ട് വാപൊത്തി ചിരിക്കുകയാണ്. ജ്വാലയ്ക്ക് ആകെ ചമ്മല് തോന്നി. അടുത്ത നിമിഷം അവൾ അഗ്നിയുടെ അടുത്തേക്ക് ചേർന്നിരുന്ന് അവന്റെ നെഞ്ചിലേക്ക് മുഖം പൂഴ്ത്തി വെച്ചു. അവന്റെ ചിരി അവൾക്ക് അപ്പോഴും കേൾക്കാമായിരുന്നു. ദേവേട്ടാ, എന്നെ കളിയാക്കല്ലേ. അവൾ ചിണുങ്ങി. അവൻ പെട്ടെന്ന് അവളുടെ കവിളിൽ പതിയെ ചുംബിച്ചു. ജ്വാല അവന്റെ മുഖത്തേക്ക് നോക്കി. കളിയാക്കിയതല്ലാട്ടോ, ആദ്യമായിട്ട് ഞാൻ കേൾക്കല്ലേ എന്റെ കുഞ്ഞിങ്ങനെ കൂവുന്നേ, അതുകൊണ്ട് ചിരിച്ചതാ. അവൻ പറഞ്ഞു. ആണോ? അവൾ ചോദിച്ചു. അതേലോ, അല്ലാതെ ഞാൻ നിന്നെ കളിയാക്കുവോ? അവൻ ചോദിച്ചതും അവൾ ഇല്ലാന്ന് തലയാട്ടി നേരെ ഇരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞപ്പോ അവളുടെ ചമ്മലൊക്കെ മാറിയിരുന്നു. അവൾ വീണ്ടും മീനുവിനോടും അപ്പുവിനോടും ഒപ്പം കൂവാൻ തുടങ്ങി. അഗ്നിയെല്ലാം തിളങ്ങുന്ന കണ്ണാലെ നോക്കിക്കണ്ടു. ഇന്റർവെല്ലായതും അഗ്നി പോയി എല്ലാവർക്കും ഐസ്ക്രീം വാങ്ങി വന്നു. അവന് മാത്രം വാങ്ങിയില്ല. ജ്വാല അവന് നേരെ അവളുടെ ഐസ്ക്രീം നീട്ടിയതും അവൻ അത് ചെറുതായൊന്ന് നുണഞ്ഞുകൊണ്ട് അവൾക്ക് തന്നെ കൊടുത്തു. എനിക്ക് മതി, നീ കഴിച്ചോ. അവൻ പറഞ്ഞതും ജ്വാല തലയാട്ടി. അല്പനേരത്തിന് ശേഷം സിനിമയിൽ ഒരു ലിപ് കിസ് സീൻ കണ്ടതും ജ്വാല അഗ്നിയെ ഒന്ന് പാളി നോക്കി. അവനും അവളെ നോക്കി ഇരിക്കുകയാണെന്ന് കണ്ടതും അവൾക്കുള്ളിലൂടെ ഒരു വിറയല് കടന്നുപോയി. അവൾ സ്ക്രീനിലേക്ക് തന്നെ നോട്ടമെയ്തു. അവന്റെ നോട്ടം വീണ്ടും വരുന്നത് കണ്ടതും ജ്വാല പതറി. പതർച്ചയോടെ അവൾ അവന്റെ കവിളിൽ കൈവച്ച് അവന്റെ മുഖം അവളിന്ന് മാറ്റി. എവിടെ, ചെക്കൻ പിന്നെ അവളെ തന്നെ നോക്കുകയാണ്. ജ്വാല അവനെ ഒന്ന് നോക്കിക്കൊണ്ട് പെട്ടെന്ന് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു മാറി. അഗ്നിയുടെ കണ്ണു മിഴിഞ്ഞു. കാര്യം എന്തൊക്കെ കുറുമ്പ് കാണിച്ചാലും അവിടെ വെച്ച് അവൾ അവനെ ചുംബിക്കുമെന്ന് അഗ്നി സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അവന്റെ മിഴിഞ്ഞ കണ്ണുകൾ പതിയെ വിടർന്നു വന്നു. കള്ളച്ചിരിയോടെ അവൻ ജ്വാലയെ നോക്കുന്നത് അവൾ കാണുന്നുണ്ടായിരുന്നു. അത് ശ്രദ്ധിക്കാത്തതുപോലെ സ്ക്രീനിലേക്ക് നോക്കിയിരിക്കുമ്പോഴും അവളുടെ ചുണ്ടിൽ വിരിഞ്ഞ ചിരി അഗ്നിയും കാണുന്നുണ്ടായിരുന്നു. അവൻ പതിയെ കൈകൾ താഴ്ത്തി അവളുടെ വലത് കൈ പിടിച്ചെടുത്തു. ജ്വാല പരിഭ്രമത്തോടെ അവനെ നോക്കുന്നത് കണ്ടുകൊണ്ട് തന്നെ അഗ്നി അവളുടെ കൈയെടുത്ത് അവന്റെ കവിളിലേക്ക് ചേർത്ത് വെച്ച് മുന്നോട്ട് നോക്കിയിരുന്നു. ഇടയ്ക്കിടയ്ക്ക് കയ്യിൽ പതിയുന്ന അവന്റെ ചുണ്ടുകളുടെ ചൂടിൽ ജ്വാല അപ്പോഴും വിറച്ചിരുന്നു. എ സിയുടെ തണുപ്പിലും ശരീരത്തിൽ വിയർപ്പ് പൊടിഞ്ഞു. സിനിമ കഴിഞ്ഞതും നേരം വൈകിയിരുന്നു. ഇനി കറക്കമൊക്കെ പിന്നീട് മതിയെന്ന് മോഹൻ പറഞ്ഞതോടുകൂടി എല്ലാവരും പിന്നെ ഫുഡ് കഴിച്ചിട്ട് വീട്ടിലേക്ക് പോകാമെന്ന തീരുമാനത്തിലെത്തി. അതുകൊണ്ട് തന്നെ അവർ നേരെ റെസ്റ്റോറൻറ്റിലേക്ക് കയറി. ഫുഡ് കഴിക്കുന്ന സമയവും മീനുവിന്റെ നോട്ടം അഗ്നിയിലും ജ്വാലയിലും തന്നെയായിരുന്നു. ചുറ്റുമുള്ള ആളുകൾ തങ്ങളെ ശ്രദ്ധിക്കുമെന്നൊരു ചിന്ത പോലും അവരെ അലട്ടുന്നില്ല എന്ന് മീനുവിന് തോന്നി. ആരൊക്കെ ഉണ്ടായാലും ജ്വാലയ്ക്ക് ശ്രദ്ധയോടെ ഭക്ഷണം വാരിക്കൊടുക്കുന്ന അഗ്നിയെ അവൾ ആരാധനയോടെ നോക്കി. പെട്ടെന്ന് മനസ്സിലേക്ക് വ്യാസിന്റെ മുഖം തെളിഞ്ഞു വന്നതും അവളുടെ കവിൾ അതുപോലെ തന്നെ വീർത്തുപോയി. ഫുഡൊക്കെ കഴിച്ച് വീട്ടിലേക്ക് തിരിച്ചപ്പോഴേക്കും നേരം വീണ്ടും ഒരുപാട് മുന്നോട്ട് പോയി. വീട്ടിലെത്തിയതും മീനു ഉറക്കം വരുന്നു പറഞ്ഞ് താഴെയുള്ള റൂമിലേക്ക് പോയി. വൈകുന്നേരം ഉറങ്ങിയതുകൊണ്ട് തന്നെ ജ്വാലയ്ക്ക് ഉറക്കം അരികിലൂടെ പോലും വരുന്നില്ലായിരുന്നു. അഗ്നി റൂമിലേക്ക് കയറി വരും മുന്നേ അവൾ ഡ്രസ്സെല്ലാം ചേഞ്ച് ചെയ്ത് ബെഡിൽ കയറി കിടന്ന് ബ്ലാങ്കറ്റ് തലവഴി മൂടി. ഒന്ന് ഉറങ്ങിക്കിട്ടാൻ വേണ്ടി ഉള്ള ദൈവങ്ങളോട് മൊത്തം പ്രാർത്ഥിച്ചിട്ടും ആരും അവളെ തിരിഞ്ഞു പോലും നോക്കിയില്ല. തിയേറ്ററിൽ നിന്ന് അവൻ അവളെ നോക്കിയിരിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പെട്ടെന്ന് അവനെ കിസ് ചെയ്യാൻ തോന്നി ചെയ്തതായിരുന്നു ജ്വാല. പക്ഷെ ഇപ്പൊ അവനെ ഫേസ് ചെയ്യാൻ അവൾക്കൊരു നാണം. അഗ്നി റൂമിലേക്ക് വന്നതും ഡോർ അടച്ചതും ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് ലൈറ്റ് ഓഫാക്കി ബെഡ് ലാമ്പിട്ട് തൻ്റെ അടുത്ത് വന്ന് കിടന്നതും ജ്വാല അറിഞ്ഞു. ഒട്ടൊരു നേരത്തിന് ശേഷം അവളുടെ ശരീരത്തിൽ നിന്നും അഗ്നി ബ്ലാങ്കറ്റ് എടുത്ത് മാറ്റുന്നതും അവൾ അറിഞ്ഞു. കണ്ണുകൾ ഒന്നുകൂടി ഇറുക്കി അടച്ചുപോയി അവൾ. ഈ ഒളിച്ചുകളിയൊന്നും വേണ്ട കേട്ടോ നമുക്കിടയില്. ആർദ്രമായി അഗ്നി പറഞ്ഞതും കണ്ണുകൾ പതിയെ തുറന്നു അവൾ. അതേ നിമിഷം അഗ്നി അവളെ മലർത്തി കിടത്തി. ദേവേട്ട, അവൾ വിളിച്ചു. അഗ്നി പെട്ടെന്ന് അവളുടെ മാറിടത്തിലേക്ക് മുഖമമർത്തി. ഏങ്ങിക്കൊണ്ട് ജ്വാല ഒന്ന് പിടഞ്ഞു. ഈ ഹൃദയം എന്താ കുഞ്ഞെങ്ങനെ പടപെടാൻ മിടിക്കുന്നേ? അവൻ അവളുടെ നെഞ്ചിലേക്ക് കവിളും ചെവി അമർത്തി വെച്ച ആ മിടിപ്പ് കേട്ടുകൊണ്ട് ചോദിച്ചു. അറിയില്ല, പതർച്ചയോടെ അവള് പറഞ്ഞു. പക്ഷെ എനിക്കറിയാം, ഈ നെഞ്ചിടിപ്പ് പോലും എനിക്ക് വേണ്ടി ഇപ്പോ, അല്ലേ? ആർദ്രമായി ചോദിച്ചുകൊണ്ട് അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി. ജ്വാല മറുപടി പറഞ്ഞില്ല. ചുണ്ടുകൾ പക്ഷേ വിടർന്നിട്ടുണ്ട്. അല്ലേന്ന് അവൻ പിന്നെയും ചോദിച്ചു. അറിഞ്ഞൂടാ. അവൾക്ക് കുറുമ്പ് തോന്നി. അഗ്നിക്ക് അത് മനസ്സിലാവുകയും ചെയ്തു. പിന്നെ എന്തിനാ തിയേറ്ററിൽ നിന്ന് അത്ര ആളുകൾ ഉണ്ടായിട്ടും നീ എന്നെ കിസ് ചെയ്തേ? അവളുടെ മാറിടത്ത് നിന്ന് മുഖമുയർത്തി താടി അവിടെ കുത്തി വെച്ചുകൊണ്ട് അവൻ അവളെ നോക്കി. ജ്വാലയ്ക്ക് മേലാകെ കോരി തരിച്ചുപോയി ആ നീക്കത്തിൽ. ഒപ്പം വയറിലൂടെ ചുറ്റിയ അവന്റെ കൈകൾ അവളുടെ ടോപ്പ് മുകളിലേക്ക് വലിച്ചു പൊക്കുന്നത് പോലെ അവൾക്ക് തോന്നി. ദേവേട്ട, അതിനാരും കണ്ടില്ലല്ലോ അത്? അവള് വിക്കിക്കൊണ്ട് ചോദിച്ചു. കണ്ടോന്ന് ആർക്കറിയാം. ഇനി കണ്ടാലും എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നീ എന്നെ കിസ് ചെയ്തു, അതെന്തിനാ? ഇഷ്ടം കൊണ്ടല്ലേ? അവനത് കേൾക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുകയാണ്. അറിഞ്ഞൂടാ, ഇങ്ങനെ ചോദിക്കല്ലേ. ജ്വാല അവനെ നോക്കി കൊഞ്ചി. അഗ്നിക്ക് ആ ഭാവം അത്ര ഇഷ്ടായതുപോലെ ചിരിയോടെ തലയാട്ടിപ്പോയി. ശരി, ചോദിക്കില്ല. എന്നാ ഇപ്പോ ഒരു ഉമ്മ കൂടി തരുമോ?
എങ്കിൽ ഞാൻ ഉറങ്ങിക്കോളാം. അഗ്നി അവളുടെ മുഖത്തിന് നേരേക്ക് ഉയർന്നു വന്നു. തരാം. പറയുമ്പോൾ അവൾക്ക് നെഞ്ചിൽ വല്ലാതെ പിടപ്പുണ്ടെങ്കിലും അവനെ ചുംബിക്കാൻ മോഹവും തോന്നി. എന്നാ താ. അഗ്നിയുടെ ശ്വാസം കനത്തു. ജ്വാല പെട്ടെന്നൊന്നുയർന്ന് അവന്റെ ചുണ്ടിൽ അമർത്തി ചുംബിച്ചു. അവളുടെ ചുണ്ടുകൾ അപ്പാടെ അവന്റെ ചുണ്ടിൽ അത്രയും അമർന്നത് അവനറിഞ്ഞു. അഗ്നിയുടെ കൈകൾ പെട്ടെന്ന് നേരത്തെ ഉയർത്തി തുടങ്ങിയ അവളുടെ ടോപ്പിനുള്ളിലൂടെ അവളുടെ നഗ്നമായ വയറിലമർന്നു. ജ്വാല വയറുള്ളിലേക്ക് വലിച്ചു പിടിച്ച് ശ്വാസം അടക്കി അവനെ മിഴിച്ചു നോക്കി. ഇതെന്താ? അവൻ അവളുടെ വയറിൽ എന്തോ തപ്പി കണ്ടുപിടിച്ചതുപോലെ രഹസ്യമായി ചോദിച്ചു. ജ്വാല പിടപ്പോടെ ആ കയ്യിൽ കയറിപ്പിടിച്ചു. പറ, എന്താ? അവൻ ചീത്തയാവുന്നു, നോട്ടമൊക്കെ മാറുന്നത് പോലെ. അത് അത് ഒന്നുമില്ല, അവള് വിക്കി. പക്ഷേ ഏതോ ഗർത്തത്തിൽ താഴ്ന്നതുപോലുള്ള അവന്റെ വിരലിൽ ജ്വാലയൊന്ന് ഏങ്ങിപ്പോയി. ദേവേട്ട, അവളെ വിളിച്ചു. ഇവിടെ ഇവിടെ ഉമ്മ വയ്ക്കാൻ തോന്നുന്നു, അവൻ പതിയെ പറഞ്ഞു. വേണ്ട. ജ്വാല തല വിലങ്ങനെയാട്ടി. വേണ്ടേ? അഗ്നി ചോദിച്ചിട്ടും അവൾ വേണ്ടാന്ന് തന്നെ തലയാട്ടി. അവനെപ്പോലെ ആ പെണ്ണിന് എന്തൊക്കെയോ തോന്നുകയാണ് അവന്റെ നോക്കിലും വാക്കിലും എല്ലാം. അതിന്റെ അർത്ഥം അവനോടുള്ള പ്രണയമാണെന്ന് തിരിച്ചറിയുമ്പോഴും ഇങ്ങനെയൊക്കെ അവൻ ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ തന്നെ അവൾക്ക് ആകെ എന്തോ പോലാണ്. അവളുടെ മുഖം ആകെ തുടുത്തുപോയി. ഉഫ്. അഗ്നി തലയൊന്ന് കുടഞ്ഞുകൊണ്ട് ശ്വാസം ഊതി. ജ്വാല അവനെ തന്നെ നോക്കി കിടന്ന നേരം അഗ്നി പിന്നെയും അവളുടെ മാറിടത്തിലേക്ക് ചാഞ്ഞു. പക്ഷെ കൈ നഗ്നമായ വയറിൽ തന്നെയാണ് അപ്പോഴും. അവന്റെ 5 വിരലുകൾ അവിടെ തലോടുന്നത് അവൾ അറിഞ്ഞു. പിന്നെ എന്തിനോ വിരലുകൾ ആഴങ്ങളിലേക്ക് യാത്ര തേടിയതും അവൾ ആ കൈ പിടിച്ചു വെച്ചു. അഗ്നിയുടെ ചുണ്ടോരം ഒരു ചിരിമിന്നി. ഇങ്ങനെ ഭംഗിയിൽ മനുഷ്യനെ കടിച്ചു തിന്നാൻ പാകത്തിന് നിനക്ക് ഓരോന്നും ഉണ്ടാക്കി വെച്ചാ ഞാൻ എങ്ങനെ അടങ്ങിയിരിക്കൂടി? അഗ്നി അവളെ നോക്കി തിളങ്ങുന്ന കണ്ണിലും പരിഭവത്തോടെ ചോദിച്ചു. ദേവേട്ടാ. ആ നോട്ടം കണ്ടതും അവള് നാണത്തോടെ ചിണുങ്ങി. ഇങ്ങനെയാണ് പോക്കെങ്കിൽ ഞാൻ വല്ല സന്യാസവും സ്വീകരിക്കേണ്ടി വരുമെന്ന് തോന്നുന്നുട്ടോ കുഞ്ഞാ. ഇതല്ലാതെ ഒന്നും. ഹാ. അഗ്നി ആരോടൊന്നല്ലാതെ പറഞ്ഞു. ജ്വാലയ്ക്കൊന്നും മനസ്സിലായില്ല. ഓ, ഒന്നുമില്ല എൻ്റെ കുഞ്ഞാ, ഞാൻ എൻ്റെ ഒരു രോദനം പറഞ്ഞതാ. ഇവിടെ കൈവച്ച് കിടന്നോട്ടെ, ഒതുക്കി വെച്ചോളാം. അവളുടെ വയറിൽ നിന്ന് കൈയെടുത്ത് മാറ്റാൻ ആഗ്രഹമില്ലാതെ അവൻ ചോദിച്ചതും അവൾ അറിയാതെ തലയാട്ടിപ്പോയി. അഗ്നിയുടെ മുഖം വിടർന്നു. അവൻ അവളെ നോക്കി ചിരിച്ച് ആ നെഞ്ചിടിപ്പ് കേട്ട് ഒപ്പം ആ കുഞ്ഞു വയറിൽ കൈ ചേർത്ത് വെച്ച് കണ്ണടച്ചു. ജ്വാല വിയർത്ത മുഖം പെട്ടെന്ന് അമർത്തി തുടച്ചു. എൻ്റെ കണ്ണ, നിക്ക് എന്തൊക്കെയോ പോലെ. അവളുടെ മനസ്സ് അവൾക്ക് തന്നെ പിടുത്തം കിട്ടുന്നില്ല. രണ്ടുപേരുടെ ഹൃദയം നിറയെ പ്രണയമായിരുന്നു ആ സമയം. ജ്വാലയിൽ അലിയാൻ അഗ്നി അത്രത്തോളം കൊതിച്ചു തുടങ്ങിയിരിക്കുന്നു. ആ ദിവസത്തിനുള്ള അവന്റെ കാത്തിരിപ്പിന് ദൂരം വളരെ കുറവാണെന്ന് അഗ്നി മനസ്സിലാക്കി തുടങ്ങിയിരുന്നു. തുടരും.